പോർച്ചുഗൽ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നു. സെപ്റ്റംബർ 24-ന് യുവേഫ നേഷൻസ് ലീഗിൽ വെയിൽസിനെതിരെ നടക്കുന്ന മത്സരമായിരിക്കും പോർച്ചുഗൽ ജേഴ്സിയിൽ റൊണാൾഡോയുടെ അവസാന പോരാട്ടമെന്നാണ് വിവരം. കരിയറിന് തുടക്കം കുറിച്ച സ്പോർട്ടിംഗ് ലിസ്ബണിന്റെ ഹോം ഗ്രൗണ്ടായ എസ്താഡിയോ ജോസെ ആൽവലാഡെ സ്റ്റേഡിയമാണ് വിടവാങ്ങൽ മത്സരത്തിന് വേദിയാകുന്നത്. സെപ്റ്റംബർ 24 ഫുട്ബോൾ ആരാധകർ കണ്ണീരണിയാതെ ഈ ദിവസം കടന്നുപോകില്ല. യുവേഫ നേഷൻസ് ലീഗിൽ വെയിൽസിനെതിരെ നടക്കുന്ന മത്സരത്തോടെ അന്താരാഷ്ട്ര ഫുട്ബോളിനോട് വിട പറയാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ. തന്റെ ഫുട്ബോൾ കരിയറിന് തുടക്കം കുറിച്ച സ്പോർട്ടിംഗ് ലിസ്ബണിന്റെ ഹോം ഗ്രൗണ്ടായ എസ്താഡിയോ ജോസെ ആൽവലാഡെ സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെ റൊണാൾഡോയുടെയും വിടവാങ്ങൽ മത്സരത്തിന് കളമൊരുങ്ങുന്നു എന്നാണ് വിവരം. 2003 സ്പോർട്ടിംഗ് സിപിയുടെ അക്കാദമിയിൽ നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ചേക്കേറുമ്പോൾ 2 പതിറ്റാണ്ടിലേറെ ലോക ഫുട്ബോളിനെ വിറപ്പിക്കാൻ പോകുന്ന ഒരു വിസ്മയ തുടക്കമായിരുന്നു അതെന്ന് ആരും അറിഞ്ഞില്ല. പോർച്ചുഗൽ എന്ന കൊച്ചു രാജ്യത്തിന്റെ സ്വപ്നങ്ങളെ മുഴുവൻ സ്വന്തം തോളിലേറ്റിയ താരം. 233 മത്സരങ്ങൾ, റെക്കോർഡുകൾ തച്ചുടച്ചുകൊണ്ട് നേടിയ 146 അന്താരാഷ്ട്ര ഗോളുകൾ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരവും എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനും മറ്റാരുമല്ല. 2016 പോർച്ചുഗലിന് ആദ്യമായ യൂറോ കപ്പും 2019 യുവേഫ നേഷൻസ് ലീഗും സമ്മാനിച്ച ക്രിസ്ത്യാനോ ആ രാജ്യത്തിന്റെ രക്ഷകനായി. വിജയങ്ങൾ മാത്രമല്ല, തോൽവിയുടെ കയ്പുനീരും ആ കരിയറിലുണ്ടായിരുന്നു. കഴിഞ്ഞ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ സ്പെയിനിനോട് തോറ്റു പുറത്തായപ്പോൾ കണ്ണീരോടെ മടങ്ങിയ ക്രിസ്ത്യാനോയ്ക്ക് അത് തന്റെ അവസാന ലോകകപ്പായിരുന്നു. പുതിയ പരിശീലകൻ ജോർജ് ജീസസിന് കീഴിൽ തുടരുമോ എന്ന ലോകം ഉറ്റുനോക്കുമ്പോഴാണ് തുടക്കം കുറിച്ച സ്വന്തം തട്ടകത്തിൽ വെച്ച് തന്നെ ബൂട്ടഴിച്ചു വെക്കാൻ ഈ 41-കാരൻ തീരുമാനിക്കുന്നത്. പോർച്ചുഗീസ് ഫുട്ബോൾ ഫെഡറേഷനോ റൊണാൾഡോയോ ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല എങ്കിലും ആരാധകർ ആ വിടവാങ്ങൽ നിമിഷത്തെ ഭയത്തോടെയാണ് കാണുന്നത്. സ്പോർട്സ് ഡെസ്ക്, ജനം.